ഓറയുടെയും വികാസത്തിനനുസരിച്ച് തന്നെ സ്വഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയിൽ, പ്രവർത്തന മണ്ഡലങ്ങളിൽ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം തന്നെ ആ വ്യക്തിയുടെ ഓറയെ നമ്മൾ മനസ്സിലാക്കി അദ്ദേഹം ഏത് വ്യക്തിയാണ്, എത്തരത്തിലുള്ള ഒരു മനുഷ്യനാണെന്ന് ഒക്കെ പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ സാധാരണ ഒരു മനുഷ്യന് ഓറയെ കാണാൻ പറ്റില്ല. എന്നാൽ ജന്മസിദ്ധമായിട്ട് ചില ആളുകൾക്ക്, പല ആളുകളുടെയും ഓറ കാണാനായിട്ട് സാധിക്കും. ധവളപ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ധവളപ്രകാശം, സപ്തവർണ്ണങ്ങൾ എന്ന് പറയും. ഈ സപ്തവർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ 7 വർണ്ണങ്ങൾ. അപ്പൊ 7 വർണ്ണങ്ങൾ ഉള്ളതുപോലെ തന്നെ ഒരു മനുഷ്യനും 7 ലെയറുകളായിട്ട് ഓറ കാണപ്പെടും. നമ്മള് സപ്തവർണ്ണങ്ങളിൽ വിബ്ജിയോർ എന്ന് പറയും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ അതേപോലെ തന്നെ നമ്മൾക്കും മനുഷ്യ ശരീരത്തിനും ഓറയുണ്ട്. ഏതൊരു വസ്തുവിനും ഓറയുണ്ട്. നല്ല രീതിയിൽ സാധന അല്ലെങ്കിൽ ധ്യാനമുറകളൊക്കെ അഭ്യസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ പറയുന്ന 7 വർണ്ണങ്ങളും കൃത്യമായ അനുപാതത്തിൽ അത് വികസിച്ചിട്ടുണ്ടാവും. അത് നമ്മളുടെ ശരീരത്തിന്റെ അതേ ഷേപ്പിൽ തന്നെയാണ്. മനുഷ്യ ശരീരം എങ്ങനെയാണോ അതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ലെയറുകളായിട്ട് കാണപ്പെടുന്നതാണ് ഓറ.